ഇന്ത്യക്കായി അവസാനം കളിച്ച 5 T20 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ നേടിയ സഞ്ജു സാംസൺ ഇപ്പോൾ T20 ടീമിലെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള T20കളിൽ സഞ്ജു സാംസണെ അവസാന പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ സഞ്ജു സാംസൺ ഉണ്ടെങ്കിൽ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിക്കുമെന്നത് മാത്രമല്ല കൂറ്റൻ സ്കോറിലേക്ക് മുന്നേറാനുള്ള സാഹചര്യവും ഉണ്ടാവുകയാണ്. 2015-ൽ സിംബാബ്വേക്കെതിരായ T20 പരമ്പരയിലൂടെ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ സഞ്ജു സാംസൺ 1 മുതൽ 7 വരെയുള്ള ബാറ്റിംഗ് ഓർഡറുകളിൽ ക്രീസിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഓപ്പണിംഗിൽ സ്ഥിരസ്ഥാനം ലഭിച്ചു തുടങ്ങിയതോടെയാണ് താരത്തിന്റെ കരിയർ തന്നെ മാറിമറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 2024 സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമേറിയ വർഷമായിട്ട് കണക്കാക്കാം. T20 ടീമിന്റെ ഓപ്പണിംഗിൽ ഇനി സഞ്ജു സാംസൺ തന്നെ മതി എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എത്രയും വേഗം ക്രീസിൽ എത്താൻ സാധിക്കുമോ അത്രയും നേരത്തെ എത്താനാണ് തനിക്ക് ആഗ്രഹമെന്ന് സഞ്ജു സാംസണും ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്റിംഗ് പൊസിഷനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു.